ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെ വല്ലാതെ വ്യാകുലപ്പെടുന്ന ഒരു കാര്യമാണ് തൻ്റെ ലിംഗത്തിൻ്റെ ചെരിവും വളവും. വാസ്തവത്തിൽ ലിംഗം അല്പമൊക്കെ ചെരിഞ്ഞ് തന്നെയാണ് നിൽക്കുക. ഒന്നിലും ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ അതിനൊരു ചെരുവില്ലാതെ സ്ട്രെയിറ്റായിട്ട് നിൽക്കാൻ കഴിയുന്ന സാധനമല്ല അത്. അങ്ങനെ ഒരു അവയവമല്ല അത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ലിംഗം ഇടത്തോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്, വലത്തോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരിവിടെ പരിശോധനയ്ക്കും അത് ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് വരാറുണ്ട്. അവരെ സമാധാനിപ്പിച്ച് വിടുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്നാലും സംശയം തീരാത്ത കുറച്ച് പേര് പല ഡോക്ടർമാരെ ഇങ്ങനെ സമീപിച്ചിട്ട് ഇടത്തെ ചെരുവും വലത്തെ ചെരുവെന്നും പറഞ്ഞിങ്ങനെ നടക്കാറുണ്ട്. ചെരുവ് ഒരു പ്രശ്നമല്ല, ചെരിഞ്ഞ് തന്നെ ഇരുന്നോട്ടെ എന്ന് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഈ ചെരുവ് ഒരു രീതിയിലും ബാധിക്കാറില്ല. പിന്നെ അടുത്തത് വളവ്. സാധാരണ ഇതിൽ ലിംഗത്തിനൊരു നേരിയ വളവ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. ആ വളവ് ഒട്ടും പ്രശ്നമില്ല. അതേസമയത്ത് ലിംഗം വല്ലാതെ വളഞ്ഞു നിൽക്കുകയാണെങ്കിൽ നേരെ ഇതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും തിരിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് വളവ് കൂടി വരികയാണെങ്കിൽ അതല്പം പ്രശ്നമുള്ള കാര്യമാണ്. അതെങ്ങനെ ആണ് സംഭവിക്കുന്നത്? ഈ വളവ് കൊണ്ട് എന്തെല്ലാമാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇനി അത് ലൈംഗിക ബന്ധത്തിന് പരിപൂർണമായിട്ട് തടസ്സം വരുന്ന രീതിയിൽ വളവ് ഉണ്ടാകാറുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൈറോണിസ് ഡിസീസ് അഥവാ കേവ്ഡ് പെന്നീസ്, ലിംഗത്തിൻ്റെ വളവ് എന്താണ്, അതിനെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനുള്ള ചികിത്സകൾ എന്തെല്ലാമാണ്, ചികിത്സ ചെയ്താൽ എന്തെല്ലാം ഗുണം കിട്ടും, ചികിത്സ ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടാവും, ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഇതിൽ ലൈംഗിക അവയവം ലിംഗം യോനിക്കുള്ളിലേക്ക് കടക്കുന്നത് നമുക്കൊരു മെക്കാനിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള പ്രവർത്തനം പോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിസ്റ്റണും സിലിണ്ടറും കുറേ കാലം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ക്ഷതമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ലൈംഗിക അവയവത്തിനും ലിംഗത്തിനും ഇതേ രീതിയിലുള്ള ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ആ ക്ഷതം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നാം ഒന്ന് പരിശോധിക്കേണ്ടത്. മൈക്രോ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വളരെ നേരിയ രീതിയിലുള്ള ഒരു ഇഞ്ചുറിയാണ് ലിംഗത്തിൽ സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ളത്. ആ മൈക്രോ ഇഞ്ചുറി, അത് വളരെ നേരിയ രീതിയിലുള്ള ഒരു ക്ഷതം, ആ ക്ഷതം അവിടെ ഒരു കല്ലിപ്പുണ്ടാക്കുകയും, അതായത് ഒരു കട്ട പിടിക്കുക, രക്തം ചെറുതായിട്ട് കട്ട പിടിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിൽ കാൽസിഫിക്കേഷൻ വന്ന് അവിടെ ഒരു കല്ലിപ്പ് വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു കാലക്രമേണ. ഇങ്ങനെ കൂടുതലായി ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തേക്ക് ലിംഗം വളഞ്ഞു പോവുകയും ഇതൊരു കോർപ്പസ് കാവേർനസ് എന്നൊരു അവയവത്തിലാണ്, ലിംഗത്തിനുള്ളിലുള്ള ഒരു ഭാഗത്താണ് അതുണ്ടാകുന്നത്. ആ കോർപ്പസ് കാവേർനസയിൽ രക്തക്കൊള്ളുകളാണ്, രക്തം ശരിക്കും പോകാനും വരുവാനുമുള്ള രക്തക്കൊള്ളുകളാണ്. അത് തളം കെട്ടി നിന്ന് അവിടെ പ്രഷർ നൽകിക്കൊണ്ട് ലിംഗത്തെ ഉദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിന് ഈ രീതിയിലുള്ള ക്ഷതമേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിങ്ങനെ വളഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഇഞ്ചുറി, അതായത് നേരിയ രീതിയിലുള്ള ക്ഷതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ നേരിയ രീതിയിലുള്ള ക്ഷതമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയധികം ചിലർക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെ ഒരു ക്ഷതമുണ്ടായിക്കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ അലിഞ്ഞു പോവുകയും ചെയ്യും. ചിലർക്കത് അലിഞ്ഞു പോകാതെ അവിടെ കാൽസിഫിക്കേഷൻ നടക്കുകയും ആ ലിംഗത്തിൻ്റെ കോർപ്പസ് കാവേർനസ എന്ന ഭാഗത്തിന്, അതായത് വികസിക്കുവാനും ചുരുങ്ങാനുമുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതൊരു കല്ലിപ്പായി മാറുന്നു, ഒരു തടസ്സമായി മാറുന്നു. ഈ തടസ്സം നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാം, അതിലാണ് ചികിത്സയുടെ കാര്യം കിടക്കുന്നത്. അതിനു മുമ്പ് ഇതുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് ലൈംഗികമായിട്ട് ലിംഗത്തിന് നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി കൊണ്ടു കിടക്കുന്ന ഒരു അവയവമാണ്. ലിംഗത്തിന് ഏതെങ്കിലും വളവോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ രോഗി ഭയചകിതനാകുന്നു. ഈ ഭയചകിതനാകുമ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇത് കൂടി വരുമോ, അല്ലെങ്കിൽ തൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ ഉടലെടുക്കുന്നുണ്ട്. ലൈംഗിക ശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉടനടിയൊന്നുമില്ല. സാധാരണ ഇതിൽ ലിംഗം വളഞ്ഞു നിൽക്കുന്ന, നല്ലവണ്ണം വളഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾക്ക് പോലും മറ്റ് രീതിയിൽ, അതായത് ശരിക്കും അവർ സാധാരണ രീതിയിൽ ബന്ധപ്പെടുന്നത് പോലെ തന്നെ ചികിത്സ വഴിക്ക് ബന്ധപ്പെടാൻ കഴിയാറുണ്ട്. അവർക്ക് നേരിയ രീതിയിലുള്ള ശേഷിക്കുറവ് ഉണ്ടാകുന്നതിന് പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രം.
അതല്ലാതെ ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവില്ല. വളരെ വളരെ അപൂർവമായിട്ട് ലിംഗം വല്ലാതെ വളഞ്ഞു നിൽക്കുകയും യോനിക്കുള്ളിലേക്ക് കടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കും പോകുന്നത് അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ്. അങ്ങനെ പോകുന്ന അവസ്ഥയിൽ നമുക്ക് ചികിത്സയിലേക്ക് വന്നേ പറ്റുള്ളൂ. ഇനി ഇത് കൂടുതലും ഏത് തരത്തിലുള്ള രോഗികളിലാണ് കാണപ്പെടുന്നത്? ചില പഠനങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് വളരെ വിഗ്രസ് ആയിട്ട് ഒരു ലക്കും ലഗാനുമില്ലാതെയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ വുമൺ ഓൺ ടോപ്പ് പൊസിഷനിൽ ബന്ധപ്പെടുക. അത് ബന്ധപ്പെടുന്നതിൽ സ്ത്രീകൾ ചിലപ്പോൾ അതികഠിനമായി താഴോട്ടും മുമ്പോട്ടും അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ലിംഗത്തിന് ക്ഷതമേൽക്കാറുണ്ട്. ഒരു മയമുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ ചില പൊസിഷനുകൾ, ഡോഗി പൊസിഷൻ, അങ്ങനെയൊക്കെയുള്ള പൊസിഷനിൽ ലിംഗം ഒന്ന് പുറത്തോട്ട് വലിച്ചിട്ട് അകത്തേക്ക് പെട്ടെന്ന് തള്ളുമ്പോൾ വീണ്ടും ചെന്ന് അതിൽ ഇടിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ, യോനിക്കുള്ളിലല്ലാതെ പുറത്തിടിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷതമേൽക്കാറുണ്ട്. ഇങ്ങനെ ക്ഷതമേൽക്കുമ്പോൾ അന്നേരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. വളരെ അപൂർവ ആളുകൾക്ക് ലിംഗം ഒടിഞ്ഞു പോകുന്ന അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട്. ആ വിഗ്രസ് ആയിട്ടുള്ള ലൈംഗിക ബന്ധം ഇതിനൊരു കാരണമാണെന്ന് പറയപ്പെടുന്നു. ഇനി അതുകൂടാതെ പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്ക് അവിടെ ക്ഷതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ക്ഷതമേൽക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് കാലക്രമേണ വളർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാൽസിഫിക്കേഷനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകാറുണ്ട്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ, ഇത് നോട്ടീസ് ചെയ്യപ്പെട്ടാൽ സാധാരണ രീതിയിൽ ഡോക്ടറെ സമീപിക്കുന്നതിന് വളരെയധികം സമയമെടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് ഒരു ദിവസം അങ്ങ് വളയുകയല്ല ചെയ്യുന്നത്. കാലക്രമേണ വളയുന്നതുകൊണ്ട് അതുമായിട്ട് താരതമ്യപ്പെട്ട് അങ്ങ് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ വളവ് എപ്പോൾ കാണുന്നു അപ്പോൾ തന്നെ ചികിത്സയ്ക്ക് വിധേയനാകുന്നതാണ് നല്ലത്. അങ്ങനെ ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ലൈംഗിക ശേഷിക്കുറവും മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതിനനുസരിച്ചുള്ള ചികിത്സ തുടങ്ങുകയും ചെയ്യാം. ഇനി ഇതിന് ശസ്ത്രക്രിയ വഴിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മാർഗങ്ങളുണ്ടോ എന്ന്. ഇതൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇതിനകത്ത് കല്ലിപ്പ് പരിപൂർണമായിട്ട് അലിയിച്ച് കളയാൻ കഴിയുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിൾ അല്ല, വളരെ അപൂർവമായിട്ടേ അത് ലഭിക്കാറുള്ളൂ. കാരണം അത് ഇന്ത്യയിലല്ല ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഗതി ആകുന്നതുകൊണ്ട് എങ്ങനെ കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാനും കഴിയില്ല. അതുകൂടാതെ മരുന്നുകൾ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ അതിന് മാറ്റം വരുത്താൻ കഴിയും. വലിയ രീതിയിലുള്ള ഇതിന് അതായത് വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ എളുപ്പമല്ല. അതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി ചെയ്യുമ്പോൾ ഇതിൽ കോർപ്പസ് കാവേർണസ് എന്ന ഭാഗത്താണല്ലോ ഈ കല്ലിപ്പുണ്ടായത്. ഈ കല്ലിപ്പ് എടുത്ത് നീക്കുമ്പോൾ അത്രയും ഭാഗം അങ്ങോട്ട് നഷ്ടപ്പെടും. അതിൽ ഫില്ലർ വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതിനെ ആ പൂർവ്വ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും എങ്കിൽ കൂടി സാധാരണ ഇതിൽ നീളം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ലിംഗത്തിന് ഈ സർജറി ചെയ്തുകൊണ്ട് പരിപൂർണമായിട്ടുള്ള വളവ് നീക്കാനൊട്ട് കഴിയുകയുമില്ല. അതാണ് അതിനകത്ത് ഗതികേട്. പിന്നെ സർജറി തന്നെ പല രൂപത്തിലുണ്ട്. സർജറി ചെയ്യാതെ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സർജറി ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് ലൈംഗിക ശേഷിക്കുറവ് പരിപൂർണമായിട്ടും ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാറുമുണ്ട്. അതതിൻ്റെ വലിപ്പത്തെയും ഘടനയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും പൈറോണിസ് ഡിസീസ് എന്ന് പറയുന്ന ലിംഗം വളഞ്ഞു പോകുന്ന അവസ്ഥ ഒരു പരിധി വരെ നാം തുടക്കത്തിൽ ചികിത്സിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തുടക്കത്തിൽ ചികിത്സിക്കാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് ഗുരുതരമായി മാറുന്നത്. ശസ്ത്രക്രിയയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഗുരുതരാവസ്ഥ ഉള്ളതുകൊണ്ട്, അതായത് ലൈംഗിക ശേഷിക്കുറവ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം പ്രോബ്ലത്തിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു കാര്യം, പ്രായാധിക്യം കൂടുമ്പോൾ ലിംഗത്തിന് വളവ് വരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രായാധിക്യം ഇതിനൊരു ഘടകം തന്നെയാണ്. പ്രായം കൂടുന്നതോടുകൂടി ലിംഗത്തിലെ രക്തക്കൊള്ളികൾക്ക് ക്ഷതമുണ്ടാകാനുള്ള സാധ്യത കൂടി വരുന്നു. അതുമാത്രമല്ല ലിംഗത്തിലെ രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ക്ഷതമുണ്ടാകാനുള്ള സാധ്യതയും കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ ക്ഷതമുണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പ്രായമായവരിലാണ് ഇത് കൂടുതലായും ലൈംഗികമായിട്ടുള്ള, അതായത് ഈ ലിംഗത്തിൻ്റെ ഈ വളവ് കൂടുതലായി കണ്ടുവരുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന കാരണം അവരുടെ അത്രോസ്ക്ലറോസോ അങ്ങനെയുള്ള കൊളസ്ട്രോൾ ഇതുപോലുള്ള മറ്റ് അസുഖങ്ങളായിരിക്കാം. ആ അസുഖങ്ങളും കൂടി അതിനിടയ്ക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അസുഖങ്ങൾ കണക്കിലെടുത്ത് പരിശോധന നടത്തി അത് കണ്ടുപിടിച്ചിട്ടാണ്
ഈ വളവ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുകൂടാതെ കോടി എന്ന് പറയുന്ന ഒരു വളവുണ്ട്. അതായത് ലിംഗം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ലിംഗത്തിൻ്റെ തലഭാഗം മാത്രം ഒന്ന് വളഞ്ഞു പോവുക. അതിന് കോടി എന്നാണ് പറയുന്നത്. അത് ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട്, വയസ്സായവരിലും കണ്ടുവരുന്നുണ്ട്. എന്നാലും അതും പൈറോണിസ് ഡിസീസുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അതും ശസ്ത്രക്രിയ വഴിക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് ചെറുപ്പത്തിൽ കാണുകയാണെങ്കിൽ ചെറുപ്പക്കാരിലും ശസ്ത്രക്രിയയാണ് അതിന് അത്യുത്തമം. ലിംഗത്തിൻ്റെ വളവ് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് പരിപൂർണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യമാണ്. വ്യാകുലത കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള വിമുഖത കാണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഇതിന് വളവുണ്ടാകുമോ, അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ഒടിഞ്ഞു പോകുമോ, അത്തരം ചില ചിന്തകൾ ചെറുപ്പക്കാരിൽ ഉണ്ടാകാറുണ്ട്. സത്യം പറയട്ടെ, ഇതിനിന്ന് പരിപൂർണമായിട്ടും ചികിത്സ വഴിക്ക് മാറ്റം വരുത്താൻ കഴിയും. തുടക്കത്തിൽ തന്നെ ചികിത്സ വേണമെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.